റിയാസ് മൗലവിയുടെ കൊലപാതക കേസ് വിധി പറഞ്ഞപ്പോൾ ഒന്നും രണ്ടും മൂന്നും പ്രതികളെ കോടതി വെറുതെ വിട്ടു. RSS പ്രവർത്തകരായ ഒന്നും രണ്ടും മൂന്നും പ്രതികൾ 2017 റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത്. കാസർഗോഡ് ചൂരിയിലെ മദ്രസ അധ്യാപകനായിരുന്നു മൗലവി. റിയാസ് മൗലവിയെ കൊലപ്പെടുത്തുന്ന സമയം ഒന്നും രണ്ടും മൂന്നും പ്രതികളിൽ ഒന്നാം പ്രതി റിയാസ് മൗലവിയുടെ മുറിക്കുള്ളിൽ കയറി കുത്തിപ്പലത്തുകയും രണ്ടാം പ്രതി മുറിയുടെ വെളിയിൽ നിൽക്കുകയും മൂന്നാം പ്രതി പള്ളിക്ക് പുറത്ത് നിൽക്കുകയുമാണ് ആ സമയം കണ്ട സാക്ഷികൾ പറയുന്നത്. ഈ മൗലവിയെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ട ഉടനെ അവിടുത്തെ പള്ളിയിലെ മണിയടിച്ചു. മധുർചൂരിയിലെ മുഹിയുദ്ദീൻ മസ്ജിദ് ഖത്തീബായിരുന്ന രണ്ടാം സാക്ഷി അദ്ദേഹം ഓടി വരുമ്പോൾ ഒന്നും രണ്ടും മൂന്നും പ്രതികൾ ഒരു ബൈക്കിൽ പോകുന്നതായിട്ടാണ് കണ്ടത്. മൂന്നാം പ്രതി ബൈക്ക് ഓടിക്കുകയും രണ്ടാം പ്രതി നടുക്കിയിരിക്കുകയും ഒന്നാം പ്രതി റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ ഒന്നാം പ്രതി ആ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് പോകുന്നത് കണ്ടു എന്നാണ് ഖത്തീബായിരുന്ന രണ്ടാം സാക്ഷി പറയുന്നത്. മുഹിയുദ്ദീൻ ഖത്തീബ് പറയുന്നത് താനെ പള്ളിയിലെ മണിയുടെ ശബ്ദം കേട്ടിട്ടാണ് ഓടി വന്നത്. അന്നേരമാണ് പ്രതികൾ ബൈക്കിൽ പോകുന്നത് കണ്ടത്. വരുമ്പം റിയാസ് മൗലവി കൊല്ലപ്പെട്ട് കിടക്കുന്നു. കോടതി ഈ കേസിൻ്റെ വിധി പറഞ്ഞപ്പം പ്രതികൾ ജയിലിലായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി 3 പ്രതികളും റിമാൻഡിൽ തന്നെ കിടക്കുകയായിരുന്നു. ട്രയൽ പൂർത്തിയാക്കി വിധി പറഞ്ഞപ്പോൾ ശേഷം പ്രതികളെ വെറുതെ വിട്ട ഓർഡറായി 3 പ്രതികളും RSSകാർ 3 പേരും അവിടുന്ന് വെളിയിലേക്ക് പോയി. കോടതിക്ക് അവർക്കെതിരായിട്ടുള്ള തെളിവുകൾ പോലീസ് ഹാജരാക്കിയതും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ നിരത്തിയതും വിശ്വസനീയമായി തോന്നിയില്ല. ഈ കേസിൻ്റെ ഒന്നും രണ്ടും മൂന്നും പ്രതികളെ അവിടുത്തെ മുസ്ലിം പള്ളിയിലെ ചെറുപ്പക്കാർ നേരത്തെ 2016 ഒരു സംഘർഷത്തിൽ അവരെ മർദ്ദിച്ചിരുന്നു എന്നായിരുന്നു. ആ വൈരാഗ്യം കൊണ്ടാണ് 2017 മദ്രസയിലെ അധ്യാപകനായ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കേസ്. ഏതായാലും ഹൈക്കോടതി ഈ കേസിൻ്റെ സർക്കാർ കൊടുത്ത അപ്പീൽ ഫയൽ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം കോടതി തുറക്കുന്ന ഉടൻ തന്നെ കോടതി ഇത് പരിശോധിക്കാം എന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് വാക്ക് കൊടുത്തു. ഈ കേസിൻ്റെ തുടക്കം മുതൽ ആ കേസ് നടത്തുന്ന പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ജഡ്ജിക്കും പല രീതിയിലുള്ള ഭീഷണികളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. 7 വർഷത്തോളം റിമാൻഡിൽ കിടന്ന പ്രതികളെ വിട്ട ജഡ്ജി ഇപ്പം അവിടെ നിന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ സ്ഥലം മാറ്റിയതെന്ന് പോലീസ്. എന്നാൽ അതല്ല, അദ്ദേഹം RSSനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലും വാദഗതികൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ തെളിവുകളുടെ അഭാവത്തിലാണ് കോടതി 3 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത്. ആ കേസിലെ DNA ആ കൊല്ലപ്പെട്ട ആളുടെ മുറിയിൽ പ്രതിയുടെ ഒരു മുണ്ട്, അങ്ങനെ ചില ക്ലോത്ത്, ഒരു ഷർട്ട് എന്നിവ ലഭിച്ചിരുന്നുവെങ്കിലും അത് DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്നാണ് കോടതി പറയുന്നത്. ഈ കേസിലെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്ത പുരയിടത്തിലെ ആ സാക്ഷി അവിടുന്ന് കത്തി കണ്ടെടുത്തിട്ടില്ല എന്ന് കോടതി പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പ്രതികൾക്ക് മൗലവിയോടുള്ള വൈരാഗ്യം
അത് തെളിയിക്കാൻ വേണ്ടി ആ വിഭാഗം സാക്ഷിമൊഴി പറഞ്ഞത് ആ കേസിലെ 41-ാം സാക്ഷിയാണ്. ആ സാക്ഷി ഒരു RSS BJPക്കാരൻ തന്നെയായിരുന്നു. അതുകൊണ്ട് കോടതിയിൽ ആ വിവരങ്ങൾ പറഞ്ഞില്ല, അതുകൊണ്ടാണ് കേസ് വിട്ടുപോയെന്നൊരു വാദഗതിയുണ്ട്. 41-ാം സാക്ഷിയുടെ ആ മൊഴി, കൊല്ലാനുള്ള ആയുധം കണ്ടെടുത്ത സാക്ഷിയുടെ മൊഴി, അതുപോലെ തന്നെ ഈ കേസിനകത്ത് മോട്ടീവ് വളരെ വീക്കായെന്നുള്ള മൊഴി, അല്ലെങ്കിൽ പോലീസ് മോട്ടീവ് കണ്ടെത്തിയില്ല എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ പല രീതിയിൽ ജഡ്ജ് നിരീക്ഷിച്ചതും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ അത് ചലഞ്ച് ചെയ്തതും ആ ഒരു വാദഗതികൾ ഇരു ഭാഗത്തുനിന്നും നമ്മൾ കണ്ടു. ഏതായാലും പോലീസും പ്രോസിക്യൂഷനും കൃത്യമായി ഇതിൻ്റെ എവിഡൻസ് ശേഖരിച്ചതാണ്. അത് കോടതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ തെളിവെടുപ്പിൽ വലിയ വീഴ്ചകൾ പറ്റി പോലീസിന് എന്നാണ് കോടതിയുടെ നിഗമനം. 120B കോടതിക്ക് എന്തിനാണ് ഇവരെ കൊന്നതെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതിയുടെ നിഗമനം. നിലവാരമില്ലാത്ത ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തിയതെന്നാണ്. കാരണം DNA പരിശോധന പോലും പ്രതിയുടെ ബ്ലഡ് ആണ് ആ മുറിയിൽ അല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ട മൗലവിയുടെ ദേഹത്തു നിന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാണ് കോടതിയുടെ നിഗമനം. ഒന്നാം പ്രതിയുടെ വസ്ത്രങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ചുമില്ല എന്ന് കോടതി പറയുന്നു. എന്തായാലും ഈ വിവരങ്ങളെല്ലാം ഹൈക്കോടതി പരിശോധിച്ച് ഇതിനകത്ത് പോലീസ് പറഞ്ഞതാണോ കോടതിയുടെ നിരീക്ഷണങ്ങളാണോ ശരി എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. തലനാരിഴ കീറി കോടതി അത് പരിശോധിക്കും. ആർക്കാണ് തെറ്റുപറ്റിയത്? ആ ജഡ്ജിക്കാണോ ഇത് എവിഡൻസ് അനലൈസ് ചെയ്യുന്നതിലാണോ തെറ്റിയത്? അതോ പോലീസ് അത് പരസ്പരം ബന്ധമില്ലാതെ ചില തെളിവുകൾ കോടതിയെ ഹാജരാക്കിക്കൊണ്ട് ആണ് കോടതി കേസ് വിട്ടുപോയെന്നൊരു നിഗമനമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കോടതി തുറന്നു കഴിയുമ്പം ഹൈക്കോടതി എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തും. അത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും പോലീസും പറഞ്ഞ കാര്യങ്ങളാണോ യഥാർത്ഥത്തിൽ നടന്നത്, അതോ കോടതി നിരീക്ഷിച്ചതാണോ, പരസ്പര പൂരകമല്ലാത്ത തെളിവുകളാണോ കോടതി ഹാജരാക്കിയത്? അത് ആ ഒരു പ്രോസസ്സ് കോടതി നടത്തി കഴിയുമ്പം നമുക്കിതിൻ്റെ എവിടെ പാളിച്ച പോലീസിനാണോ കോടതിക്കാണോ, ആ ജഡ്ജ്മെൻറ്റിനകത്ത് അദ്ദേഹം നിരീക്ഷിച്ച കാര്യങ്ങളിലാണോ തെറ്റ് എന്ന് ഹൈക്കോടതി അത് വിലയിരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്.